ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് കുറേശ്ശെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ റവ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വെന്തിട്ടൊക്കെ വരും. കൈ എടുക്കാതെ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കുക. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. ഇനി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അത് ചെറിയ ചൂടുണ്ട്. ഈ ചൂടോടെ തന്നെ ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഒട്ടും ചൂടില്ലാതെ കുഴച്ചാൽ ഇത് നന്നായിട്ട് കിട്ടത്തില്ല. ചെറിയ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക. പിന്നെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കുക. ഈ ഒരളവിൽ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ ബോൾസ് പെട്ടെന്ന് ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തൊക്കെ കഴിയും. അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു ഗോൾഡ് കളറിലായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഇതിങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു പിഞ്ചളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഓവറായിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ബിങ്കോയും കുർക്കുറയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്കിത് കിട്ടുന്നതാണ്.